everybody, so idoru home vlog plus vishu content aanu. See here she is Soninte moriyana endeyum Soninteyum toys aanu. So yeah, this is how it is. Thank you acha. Devana kaaduna oru unjalana njanum ponnu orumichana vishu shoot समाप्त हो चुका है तीर्नु. സോ ഇതൊരു ഹോം വ്ലോഗ് പ്ലസ് വിഷു കണ്ടന്റ് ആണ്. വിഷു നാളെയാണ്. സോ അതിനെ റിലേറ്റഡ് ഞാനും മമ്മിയും നിന്ന് ഫുള്ള് ഹൗസ് ഒന്ന് ക്ലീൻ ചെയ്യുക. സോ മമ്മ മോളിലത്തെ നിലയിൽ ഫുള്ള് ക്ലീൻ ചെയ്യുവാണ്. ഞാൻ അതിനിടയ്ക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക. സോ അതിന്റെ പ്രിപ്പറേഷനൊക്കെ ഞാൻ കാണിക്കാം ഇടയ്ക്കിടയ്ക്ക്. ബാക്കി കുറച്ച് നല്ല വിഷു കണ്ടന്റൊക്കെ നാളെ ആയിരിക്കും വരുന്നത്. സോ നാളെ അതെല്ലാം എഡിറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഇത് ഫുള്ളൊരു വ്ലോഗായിട്ട് എടുക്കുന്നത്. സോ ഞാൻ ബാക്കി വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തു. ഇനി ജസ്റ്റ് പ്രിപ്പറേഷൻ തുടങ്ങണം. കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഞാൻ. ഇനി കുറച്ച് അതിനെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് വെക്കണം. അപ്പം ഞാൻ കുറച്ച് അരിയെല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബിരിയാണി റൈസ്. ഇനി കുക്കറിലോട്ട് കയറ്റണം എല്ലാം കൂടെ. എന്നിട്ടാണ് എനിക്ക് കുളിക്കാൻ പോവാൻ. മോളിൽ പോയി നോക്കാം മമ്മി എന്താ ചെയ്യണമെന്ന്. ഇവിടെ ഫുൾ മെസ്സാണ്. See here she is. मम्मा आप क्या कर रहे हो? ओ പാട്ട് ഞാൻ കോപ്പിറൈറ്റ് വരുമോ? ഇത് സോണിന്റെ മുറിയാണ്. സോ മെസ്സി. അമ്മ അത് ക്ലീൻ ചെയ്യണം ബിക്കോസ് അവൻ നെക്സ്റ്റ് മന്ത് വരും. ക്യോं नीचे जाऊँ मैं? ഓക്കെ. ये है हमारा टॉय कलेक्शन. जब मैं 1.5 महीने की थी उस टाइम से लेके अभी तक कुछ टॉयज है मेरे पास. लाइक ये जो है ये जब मैं 1 ईयर ओल्ड की थी तब मेरी मम्मी ने बर्थडे में दिया था. 1 ईयर लाइक दिस वन. और बहुत सारी टॉयज ऐसे हैं जो मुझे मेरे नाना ने दिया है, नानी ने दिया है, मम्मा ने दिया है, पापा ने दिया है और मेरे चाचू ने दिया है, मामा ने दिया है. तो ऐसे बहुत सारे टॉयज है इसमें. लाइक इट्स अवर टॉयज कलेक्शन. और इसमें मेरा ही नहीं है अकेले. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. ഞാൻ ചില സമയത്ത് സ്റ്റോറിയൊക്കെ ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്നാണ് എടുക്കുന്നത്. ബിക്കോസ് അവിടെ മലയുണ്ട്. ഇഫ് യു ക്യാൻ സീ ആ കാണുന്ന ഫുൾ ഹിൽസ് ആണ്. ഇവിടെ നല്ലൊരു വ്യൂ ആണ്. ചില സമയത്ത് മഴയൊക്കെ പെയ്യാം, പക്ഷേ ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല. ബട്ട് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. സോ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു വ്യൂ. ഹിയർ ദ വ്യൂ. സോ നൈസ് നാ. ഇത് ഞങ്ങളുടെ മാംഗോ ട്രീ ആണ്. ഇത് ഈ ഒരു മരം. ഇതെൻ്റെ പപ്പയുടെ ഷോപ്പാണ്. പപ്പാക്ക ബിസിനസ്. लेट्स गो. ये झूला है ना, ये मुझे मेरे नाना ने गिफ्ट किया था व्हेन आई पास्ड 12th. मेरे 12th में बहुत अच्छे मार्क्स थे. सो मैंने अपने नाना को बोला कि എനിക്ക് ഈ ഊഞ്ഞാൽ തന്നെ ആസ് എ ഗിഫ്റ്റ് വേണമെന്ന്. സോ എൻ്റെ അച്ഛൻ തന്നതാണ് എനിക്ക്. Now let's go. ഇവിടെ ഇങ്ങനെ നിന്ന ചിക്കൻ ബിരിയാണി അതിൽ ഓൾറെഡി 12:30 ആയി. നമുക്ക് ചിക്കൻ വാഷ് ചെയ്യാം. എൻ്റെ ദാവണി തയ്ക്കാൻ കൊടുത്തേക്കുക. സോ അത് ഞാൻ വാങ്ങിക്കാൻ പോകണം. സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടെന്ന് പറഞ്ഞു വന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. സോ ലെറ്റ്സ് ഗോ. ഞാൻ തിരിച്ചു വന്നു. ഫുൾ വെയിലത്തിങ്ങനെ വെയിലും കൊണ്ട് എനിക്ക് തുണി കിട്ടിയിട്ടുണ്ട്. അകത്ത് കയറി എനിക്ക് എടുക്കാൻ കിട്ടില്ല, അത്ര പെട്ടെന്നായിരുന്നു. ഞാൻ ജസ്റ്റ് വാങ്ങിച്ചിങ്ങി വന്നേയുള്ളൂ. അകത്തുനിന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു സ്റ്റിച്ചിങ് സെൻറ്റർ, പക്ഷേ ഞാൻ പെട്ടെന്ന് എടുത്തുകൊണ്ടങ്ങ് ഇറങ്ങി. സോ ഇനി ഇതിന് ഇട്ട് നോക്കണം എങ്ങനെയാണെന്ന്. So yeah, this is how it is fitted on me. So yeah, this is the blouse which I got stitched. Looking good. कल देखते हैं full look. So yeah, here I'm making. बहुत ज़्यादा ही लेट हो गया. ഇന്ന് പപ്പ ഓൾറെഡി അവിടെ പോയിരിക്കുക ടിവിയുടെ മുമ്പ്. പക്ഷെ ലഞ്ച് ഈസ് നോട്ട് യെറ്റ് റെഡി. അവിടെ പോയിട്ട് വന്നപ്പോൾ ലേറ്റായി കുറച്ച്.
ലഞ്ച് ടൈം ഗായ്സ്. ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി, കുക്കർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയാണ് വിത്ത് സം അച്ചാർ ആൻഡ് പാപ്പഡ്. പപ്പടം കുറച്ച് കരിഞ്ഞു പോയി, കുറച്ച് പേര, ബട്ട് ഇറ്റ് ഈസ് റിയലി യം. സോ ലെറ്റ്സ് ബിഗിൻ. ഹേയ്, ഗുഡ് ഈവനിങ്. സോ ഇപ്പം ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ വെറുതെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. മമ്മിയും പാപ്പയും എൻ്റെ അമ്മാമ്മയുടെ വീട് വരെ ഒന്ന് പോയിരിക്കുക. അവർ വന്നിട്ട് ഇവരിവിടെ ഒരുക്കമൊക്കെ ചെയ്യും രാത്രി. ഞാൻ കുറച്ച് ഒരുക്കങ്ങളൊക്കെ കാണിക്കാം, പിന്നെ ബാക്കി നാളെ എടുക്കാൻ. ബാക്കി ഇവിടെ ഉള്ള ഒട്ടുമിക്ക ജോലികളൊക്കെ ചെയ്ത് ഞാൻ തളർന്ന് മരിച്ചിരിക്കുകയാണ്. ഫുള്ള് വിയർത്ത് കുളിച്ചു. ഒന്നും കൂടെ ഒന്ന് ഷവർ എടുത്തിട്ട് പോയി ഉറങ്ങണം. രാവിലെ 4:10 കണി കാണേണ്ടത്. സോ ഐ വിൽ വേക്ക് അപ്പ് അറ്റ് 4 AM in the morning. ഇനി ഇതൊക്കെ ഒരുക്കി വെക്കും, കുറച്ച് ഞാൻ കാണിക്കാം. കുറച്ച് നല്ല ഫുള്ള് ഒരുങ്ങിയിട്ട് ബാക്കി രാവിലെ ആയിരിക്കും ഫുൾ നല്ല വൃത്തിയോടെ നമുക്ക് ഭംഗിയായിട്ട് കാണാമെന്ന്. ആൻഡ് ഐ എം ഹാപ്പി അറ്റ് ദ സെയിം ടൈം, ബിക്കോസ് എനിക്ക് ആഘോഷിക്കാൻ പറ്റുള്ളൂ ഇത്രയും വർഷം ശേഷം. സോ ലെറ്റ്സ് സീ. മമ്മ ഇവിടെ, മമ്മി എല്ലാം ഒരുക്കുവാണ്. So guys, almost done. अभी बाकी हम कल सुबह कनी में देखते हैं how it looks. Mama, how is your Vishu Kani? Happy Vishu. Happy Vishu. Good morning peeps. मतलब मेरे लिए तो गुड मॉर्निंग अभी हुआ, मैं अभी उठी तो मम्मा इज गोइंग टू टेम्पल. इधर देखो आप. गुड. Bye. Happy Vishu. Happy Vishu. ഹായ്, ഇതാ എനിക്ക് അച്ഛമ്മയും പപ്പയും മമ്മിയും തന്ന കഴിഞ്ഞിട്ടാണ്. നമുക്ക് ഐശ്വര്യമായിട്ട് ഇതിലിടാം ഓരോന്നായിട്ട്. അങ്ങനെ നമുക്കിത് സേവ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഞാനും ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് താഴെ അച്ഛമ്മയുടെ വീട്ടിൽ. എൻ്റെ വീട് തൊട്ട് ജസ്റ്റ് താഴെ ആയിട്ടാണ് അച്ഛമ്മയുടെ വീട്. ഹാപ്പി വിഷു ചിറ്റപ്പ. മറ്റേ കയ്യിലാണ് എടുക്കേണ്ടത്. താങ്ക് യു. ഓക്കെ, ലെറ്റ്സ് ഹാവ് ദിസ്. അപ്പവും ചമ്മന്തിയാണ് ഇവിടെ. ഹായ് പറഞ്ഞ, ഹായ് പറയടാ. ഏതമ്പലത്തിലാണ് നിങ്ങളെല്ലാവരും പോയെ? ആ കണ്ട പേരാണ് എൻ്റെ അപ്പയുടെ കുട്ടികളാണ്. എനിക്ക് 2 അപ്പയുണ്ടെന്ന് വെച്ചാൽ അവർ 2 സിസ്റ്റേഴ്സാണ്. അപ്പോൾ അവരുടെ കുട്ടികളാണ് ഇപ്പോൾ കണ്ടത്.
എൻ്റെ അച്ഛനമ്മ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ തൊഴുവാൻ പോയിക്കുക. അപ്പം ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇനി നമ്മൾ എൻ്റെ അപ്പൂപ്പൻ്റെ വീട്ടിൽ പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ. ഹെൽമെറ്റ് ഒന്നും വെച്ചിട്ട് ഇവിടെ അടുത്താണ്, അതുകൊണ്ട് കൊട്ടാരത്തിന്റെ രാജാര ഉയർന്നത് അതാണ് സൂം ചെയ്തെടുത്തത്. അയ്യോ ഇവിടെ താങ്ക് യു അമ്മ. താങ്ക് യു അച്ഛ. ആവശ്യമില്ലാത്ത പൈസ. ഇത് എന്റെ കുടിക്കയിലിടാനാണ് അപ്പൂപ്പൻ എൻ്റെ അച്ഛൻ തന്നത്. അമ്മയും കൊടുക്കുന്നു. ഓ കണി ഒരുക്കിയിരിക്കുവാണ് അച്ഛൻ. ഇതാ മമ്മി ഇവിടെ ആടാൻ തുടങ്ങി. ഞാനും പൊന്നും ദേവനൊക്കെ ആടുന്ന ഒരു ഊഞ്ഞാലാണ്. ഞാനും പൊന്നും ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഇതില്. ഇവിടെ വന്നിട്ടും മമ്മി ഇതാ ഈ ഒരു പണിയാണ്. വീട്ടിലും അതാ അമ്മയുടെ വീട്ടിലും ഇത് തന്നെയാണ്. കം ഗൈസ്, നമുക്ക് പോയി മുളക് പറിക്കാം. എൻ്റെ അച്ഛൻ്റെ കുഞ്ഞു കൃഷിത്തോട്ടം പിറകെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം പോയി. അമ്മാമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഉണ്ടാക്കിയ സംഭാരം ഇവിടെയൊക്കെയാണ് ഞാൻ ഓടിക്കളിച്ചത് പണ്ട് കുഞ്ഞിലെ. I want to show this showcase. ये है यहाँ का कलेक्शन. मेरे नाना नानी ने यहाँ रखा हुआ है उनके जितने भी मतलब एंटिक पीस है, लाइक उस ज़माने से लेके എൻ്റെ അമ്മയ്ക്കും എന്നുവെച്ചാൽ എൻ്റെ മമ്മിക്കും മാമനും എല്ലാവർക്കും കിട്ടിയ എന്തോ ട്രോഫി അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അവിടെ പോയി എൻ്റെ ഇവിടെ ഒരു ട്രോഫി മെഡലുണ്ട്. ഇതാർക്ക് കിട്ടിയ എനിക്കെന്നോട് മമ്മിക്കാണോ എന്നുവെച്ചാൽ രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്. എവിടെ ഇതൊക്കെ ഇവിടുത്തെ പണ്ടത്തെ എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയാണ്. ഇപ്പം മരിച്ചു പോയി, രണ്ടുപേരും പോയി. ഇത് ഇവിടുത്തെ അവരുടെ അമ്മയാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും. ഇവിടെ ഞാൻ വിളിക്കുന്ന അച്ഛൻ അപ്പൂപ്പൻ, എൻ്റെ അമ്മാമ്മ അമ്മയെന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ മമ്മിയുടെ മമ്മിയും പപ്പയാണ്. അവരുടെ പണ്ടത്തെ ആ ഒരു എന്ത് രസമല്ലേ കാണാൻ. അവർ അന്നത്തെ ആ ഒരു ലുക്കിൽ എൻ്റെ അപ്പൂപ്പനെ നോക്കിയേ, എൻ്റെ അമ്മാമ്മ നോക്കിയേ, സോ ബ്യൂട്ടിഫുൾ. ഇത് നോക്കിയേ, അവര് 4 പേരും മാമനും എൻ്റെ മാമ ഇരിക്കും നോക്കിയേ. അവരുടെ മാമനും അമ്മയും അച്ഛനും ഇതാ മമ്മി. എൻ്റെ മമ്മി ഇതായിരിക്കുന്ന കുട്ടി സുജ. ഇവിടെ വരുമ്പോൾ ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ നമ്മുടെ ഫുൾ ഫാമിലി ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഇതാണ് നമ്മുടെ ഷോക്കേസ്. ഇത് നമ്മൾ ഹെർബൽ ടീയിൽ യൂസ് ചെയ്യും. മമ്മ ഇടയ്ക്കിടയ്ക്ക് ഹെർബൽ ടീ കുടിക്കാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഐ നോ കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ അങ്ങനെ കുടിച്ചിട്ടില്ല ഇതായിരിക്കും, ബട്ട് ഐ വിൽ ട്രൈ. നല്ലതാണിത്, ഔഷധം നിറഞ്ഞ പൂവാണിത്.
ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ വീട്ടിലാണ്. ഞാൻ അച്ഛനാണ് വിളിക്കുന്നത്. അച്ഛനും അമ്മയുടെ വീട്ടിലാണ്. ഇവിടെ ഇന്ന് സദ്യയാണ്. സോ ലെറ്റ് സി സദ്യക്ക് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന്. നമ്മുടെ ചോറ് വന്നു. ഇനി അടുത്തത് എന്താ? വാട്ട് ഈസ് ദിസ്? പച്ചടി. ഇനി ബാക്കി നോക്കാം എന്തൊക്കെ വേണമെന്ന്. ചമ്മന്തി വന്നു, തോരനും വന്നു. ഇതാ നമ്മുടെ അവിയൽ കുട്ടപ്പൻ വന്നല്ലോ. പപ്പടം വന്നു, പരിപ്പ് വന്നല്ലോ. അമ്മ ഹാപ്പി വിഷു. അച്ഛാ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. നാളിൻ്റെതായിരുന്നു ഇന്നലെ വർദ്ധിക്കുന്നത്. പായസം വന്നല്ലോ. അങ്ങനെ വിഷു സദ്യ കഴിഞ്ഞു അല്ലേ അച്ഛാ? ഇന്നലെ വിഷു സദ്യ കഴിഞ്ഞു. ഞാൻ തിരിച്ചു വന്നു വീട്ടിൽ. ഇനി ഞാൻ പെട്ടെന്ന് റെഡി ആവുകയാണ്. കുറച്ച് വീട്ടിൽ തന്നെ ഫോട്ടോഷൂട്ട് നടത്താമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇനി എവിടെയും പോകാൻ സമയമില്ല. സോ ഞാൻ വീട്ടിൽ തന്നെ ചെറുതായിട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. ചെറുതായിട്ടേ ഉള്ളൂ, അത്ര അറിഞ്ഞൂടെ എങ്ങനെ ആവുമെന്ന്. ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ധാവണി കൊടുക്കാൻ പോകുന്നത്. സോ ലെറ്റ് സി എങ്ങനെ ഇരിക്കുന്നു. सो गाइस आई एम डन विथ माई मेकअप. आई डोंट नो बहुत ज़्यादा तो नहीं दिख रहा ना. मम्मा तो कह रही नॉर्मल लग रहा है, ज़्यादा तो है नहीं. सो अभी मुझे बाल तो आते नहीं है यहाँ के ट्रेडिशन वे में करने के लिए. सो मम्मा मेरे को हेल्प कर रही है. हे गाइस, सो हियर इज माय आउटफिट. आई डोंट नो हाउ आई एम लुकिंग. दिस इज दावनी. बेसिकली दावनी है ये. सो हाउ आई एम लुकिंग, कैसी लग रही हूँ? बैंगल्स मैचिंग. Let's take some pictures, good pictures. So hey, so happy Vishu again. मेरा यहाँ पर विशु शूट समाप्त हो चुका है. തീർന്നു. ഭയങ്കര മഴയായിരുന്നു ഇവിടെ. പക്ഷേ എനിക്ക് ആ മഴ ഷോട്ട്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. നല്ലൊരു സൺസെറ്റ് ഉണ്ട്. ഐ ക്യാൻ ഷോ യു ജസ്റ്റ് എ സെക്കൻഡ്.